ഇപ്പം മോളിങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. എപ്പിസോഡ്സ് ഒക്കെ വൈറലായി തുടങ്ങിയപ്പം കൂടെയുള്ള റിലേറ്റീവ്സിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു? വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും ഈ ഒരു ഇതിൽ തിരക്കും. അപ്പം ഗൗരി എന്നുള്ള പേര് തന്നെ ഇതിൽ വന്നതുകൊണ്ട് അതൊരു വലിയ സന്തോഷം. അപ്പം ബന്ധുക്കൾക്ക് പലവർക്കും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ഇവർ പഠിത്തവും കാര്യമായിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നത് കുറവാണ്. കല്യാണം കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളിടത്ത് ഞാൻ ഇവരെ കാത്തു നിൽക്കില്ല. ബന്ധുക്കളിവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാൻ പോകും. പക്ഷേ ഈ സീരിയലിൽ ഈ പേര് തന്നെ ആയതുകൊണ്ട്, ഗൗരി എന്ന് തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഗൗരിക്ക് സുഖമാണ്, ഗൗരി വന്നില്ലേ ഇങ്ങനെ ചോദിക്കും. ആൻറ്റി, ഇപ്പം മോൾ ഇത്രയും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഫാമിലീനെ എല്ലാം വിട്ട് കൊച്ചി പോലൊരു നഗരത്തിലാണ്, തനിയാണ് ആള് വരുന്നത്. അപ്പം ആൻറ്റിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? തനിയെ മോള് പോകണം, ഇങ്ങനെ ഒരു മേഖലയാണ് എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ട്. പക്ഷേ എന്തു പറയാ, ഞങ്ങൾക്ക് അവളെ എന്നുവെച്ചാൽ വന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അവളുടെ ആഗ്രഹത്തിനാണ് മുൻഗണന. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ പറയും മോളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതിൽ പേടിയുണ്ട. പിന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പം അറിയാലോ, പുറത്ത് അങ്ങനെയാണ് ഇങ്ങനെ. കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോളെ വിശ്വാസം. ഞാനതേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ മോളെ എനിക്ക് വിശ്വാസം. അവള് ഇല്ല, അവൾക്ക് എന്താന്ന് വെച്ചാൽ അവൾ എൻ്റെ അടുത്ത് കുറേ സ്വപ്നങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അവൾക്ക് ഒരു വർഷം അവൾ സിവിൽ സർവീസിന് പഠിച്ചിരുന്നപ്പോൾ അവൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ അതുപോലെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഞാൻ ഇതിന് കാരണക്കാരൻ ഞങ്ങൾ രണ്ടുപേരുമാണ്. എന്ന് വെച്ചാൽ കുഞ്ഞിലെ ഇവക്ക് ഡാൻസിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഡാൻസിനോട് ഭയങ്കര താല്പര്യമാണ്. എനിക്ക് കുഞ്ഞിലെ കളിക്കാൻ പറ്റില്ല. വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി അങ്ങനത്തതാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇതുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇവളെ അത്രയും നിർബന്ധിച്ച്, ഇവള് ഒരു 2 വയസ്സായപ്പം ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹത്തിന് എൻ്റെ കൊച്ച് പറ്റുമല്ലോ. അപ്പം എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസിന് അപ്പം ആദ്യമൊക്കെ തല്ലി പഴിപ്പിച്ചാണ് കൊണ്ടുപോകണേ. പിന്നെ കുറച്ച് നാൾ അവൾക്ക് തീരെ മടിയായി. പിന്നെ ഇവൾ അഡിക്റ്റായി അതിന്. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് കുറേ പിള്ളേരെ വീട്ടിൽ വിളിച്ചിട്ട് ഡാൻസ് ക്ലാസ് പോലെയൊക്കെ എടുത്ത് കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ പഠിക്കൂല, ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. ലാസ്റ്റ് അത് ഞാൻ വഴക്ക് പറഞ്ഞ് നിർത്തിച്ചതിന് ശേഷം പിന്നെ 10ൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ +2-ന്. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ഇവള് എല്ലാം ഒഴിവാക്കി വെക്കും. അത് അവൾ ആ പഠിക്കുന്ന സമയത്തും ഇല്ല പഠിക്കുന്ന കാര്യത്തിലും സിവിൽ സർവീസിന് വരെ പഠിക്കുമ്പോഴും അവള് ഒഴിവാക്കാത്ത ഒറ്റ കാര്യം ഡാൻസാണ്. 1 മണിക്കൂറെങ്കിലും അവള് ഇങ്ങനെ അതിനു വേണ്ടി, ബാക്കി കൂട്ടുകാരെ കാണൂല, പുറത്തു പോകൂല, അങ്ങനെ ഇരുന്ന് നല്ല പഠിച്ചു. പക്ഷെ 1 മണിക്കൂറെങ്കിലും അവൾ അവിടെ ചാടി തകർക്കുന്നത് ഇങ്ങനെ അറിയാം. ആദ്യമൊക്കെ അതിന് ഞാൻ വഴക്ക് പറഞ്ഞു. പക്ഷെ അവൾക്ക് അപ്പോഴത്തേക്ക് അങ്ങ് ഡാൻസ് കളിച്ചില്ലെങ്കിൽ സങ്കടം. ഇപ്പോഴും കളിക്കുമോ? ഇപ്പോഴും നമ്മള് വീഡിയോസ് ഒക്കെ കാണാം. അല്ല അങ്ങനെയല്ല, റൂമിൽ വെച്ച് കുറച്ച് നേരം എങ്കിലും അവള് പ്രാക്ടീസ് ചെയ്യും. അത് അത്ര ഇതാക്കി എടുത്തു. ഷീബയുടെ ഒരു ഇതായിരുന്നു ഡാൻസിന് ആദ്യം കുഞ്ഞിലേക്ക് കൊണ്ട് നടക്കണതേ മൊത്തം അവളായിരുന്നു. അങ്ങനെയാണ് 2 വീലർ പഠിച്ചതും. പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ കൊണ്ട് നടക്കും. അതെ, ബുള്ളറ്റ് ഓടിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാണെന്ന് പറഞ്ഞു. നിങ്ങള് രണ്ടുപേരും എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഇവരെല്ലാം എനിക്ക് തിരി കൊളുത്തി തരും. പിന്നെ എനിക്ക് അതിനോടൊരു ഇഷ്ടം ഹരം വരും. ഞാൻ അങ്ങനെയാണ്. കുറച്ചേര് കണ്ടു കഴിയുമ്പോ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നും. അതിപ്പോ ഡാൻസ് ആയാലും ശരി, മാർഷൽ ആർട്സ് ആയാലും ശരി, എന്തായാലും എനിക്കത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഒരു പീക്കിലെത്തുമ്പോ എന്നോട് പറയാം നിർത്താൻ പറയും. അപ്പൊ പിന്നെ എനിക്ക് വാശിയാണ്. ഞങ്ങള് മുന്നേ താമസിക്കുന്നത് ഒരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഉണ്ടാവും, ഒരു എന്തായാലും ഒരു 1/2 മണിക്കൂർ ട്രാവൽ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പിന്നെ ഷിഫ്റ്റ് ആയത്. കാട്ടാക്കാട് പേട് എത്ര 15 കിലോമീറ്റർ വരും. അങ്ങനെ ഒരു സ്ഥലത്ത് മാറി. അപ്പൊ ഞാൻ മുന്നേ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്റെ കുറെ ഡാൻസ് ക്ലാസ് മാറി അവസാനം 2nd സ്റ്റാൻഡേർഡിൽ ഒന്ന് ചെന്ന് ചേരുന്നത് ആ ഡാൻസ് ക്ലാസ്സിലാണ്. പിന്നെ ഞാൻ ത്രൂ ഔട്ട് പഠിക്കുന്ന അജയ് സാറിന്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയപ്പം ഇവര് ക്ലാസ്സിന് കൊണ്ടുപോകില്ല, ഇത്രയും ട്രാവൽ ചെയ്യണം. പിന്നെ എനിക്ക് വാശിയായി. ഞാൻ ബസ് കയറി പോകും. അപ്പൊ എന്റെ അടുത്ത് അമ്മ പറയും എന്തിനിങ്ങനെ ബസ് കയറി പോകണം, സ്കൂളിൽ പോകേണ്ട സമയം. ഞാൻ പറയും ബസ് കയറി പോകും. അങ്ങനെ ബസ് കയറി അടി ഉണ്ടാക്കി പോകുന്നത്. സ്കൂളിൽ ഞാൻ 8th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് അച്ഛൻ എപ്പോഴും പറയും ഓടണം, ചാടണം, അങ്ങനെയൊക്കെ വേണം. 7th ആയപ്പോ കുംഫു ക്ലാസ്സിന് കൊണ്ടു ചേർത്തു, എല്ലാത്തിനും കൊണ്ടു ചേർത്തു. അപ്പൊ എനിക്ക് ഈ മാർഷൽ ആർട്സ്, ഈ സ്പോർട്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്.
അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് നല്ല ഗുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ഒക്കെ കുറച്ച് നല്ല ലീനായി. 9th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ 1500 800 അതായത് ലോങ് റേസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിന് പ്രിപ്പയർ ആവണമല്ലോ. ഇപ്പൊ സ്കൂളിൽ ടീച്ചർ പറഞ്ഞു നിങ്ങൾ എന്ന് രാവിലെ എണീറ്റ് ഓടാൻ പോകണം എന്ന് പറഞ്ഞു. എല്ലാ ക്ലാസ്സിലെ പിള്ളേരും സെലക്ഷന് മുന്നേ ക്ലാസ്സിൽ എല്ലാവരും എൻ്റെ അടുത്ത് അടുത്ത ദിവസം എന്ന് പറഞ്ഞു ഞങ്ങൾ ഓടാൻ പോയി തുടങ്ങി, നാളെ ഷൂസ് മേടിക്കണം, അച്ഛൻ കൂടെ വന്നു, അമ്മ കൂടെ വന്നു. ഞാൻ അന്ന് പോലെ കരയാണ്, എന്നെ ഒന്ന് രാവിലെ ഓടാൻ വിളിക്കൂ, വിടൂ. അപ്പൊ അമ്മ അവന് പോണ്ട. അപ്പൊ അച്ഛൻ ഞാൻ പോകും. അച്ഛൻ ഒന്നും മിണ്ടില്ല. അമ്മ പോണ്ട പറഞ്ഞ പിന്നെ അമ്മ പറയുന്ന അച്ഛൻ കേൾക്കണമല്ലോ, അതുകൊണ്ട് അച്ഛൻ ഒന്നും മിണ്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ അവിടെ കുറെ സ്ഥലമുണ്ട്. എനിക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ ഇവിടെ സ്റ്റെപ്പ് കയറി ഓടും, മുകളിൽ ഒരു ഓടി തിരിച്ചു വന്നിട്ട് ടെറസിലോടും, പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഒരു ഓടും. ലാസ്റ്റ് ഒരു ദിവസം ഞാനൊരു ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്നപ്പോ കുറച്ച് പിള്ളേർ എന്നോട് ചോദിച്ചു ചേച്ചി രാവിലെ ഒന്ന് നടക്കാൻ പോയായിരുന്നു. എനിക്ക് അവസരം കൂടെ ആയിട്ടല്ലോ. ഞാൻ പറഞ്ഞു ആ ശരി പോവാം. നാളെ അടുത്ത ദിവസം ഞാൻ അമ്മയുടെ അച്ഛനോട് പറഞ്ഞു അമ്മ അച്ഛൻ പിള്ളേരുണ്ട്, ഞാൻ ഒന്ന് പോയി നടക്കാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ എന്നെ വിളിക്കാതെ പോയി. ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഓടി. ഇപ്പൊ എനിക്ക് നല്ല സ്റ്റാമിന ബിൽഡായി, ഞാൻ നന്നായിട്ട് ഓടുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടല്ലോ, ഞാൻ ഇവരുടെ അടുത്ത് കള്ളം പറഞ്ഞു എനിക്ക് ഓടാൻ ആൾപിള്ളേരുണ്ടെന്ന് പറഞ്ഞു. അമ്മ ഒരു ദിവസം പൊക്കി ഞാൻ ഒറ്റയ്ക്കാണ് പോകണമെന്നുള്ള കാര്യം. നീ എന്തിനു പോയി, നീ എന്തിനു ഓടണം, 6 മണിക്കാ പോകുന്നത്. എല്ലാം അവിടെ ഈ സമയത്ത് ഞങ്ങൾ ഭയങ്കര റിമോട്ട് ഏരിയല്ല. അപ്പം ഈ സൈഡിൽ ചായക്കടയുടെ ഫ്രണ്ടിലൊക്കെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാവും. അന്ന് അവിടെ ഷോർട്സ് ഒക്കെ ഇട്ട് ഓടാൻ ഭയങ്കര സീനാണ്. ഞാൻ മറ്റേ ഇതുവരെ ലെങ്ത് ഉള്ള ട്രാക്ക് സൂട്ട് ഇട്ടുണ്ടൊക്കെ പോകുന്നു. അത് വീട്ടില് സൗണ്ട് കേൾക്കാതിരിക്കാൻ ഷൂസൊക്കെ പതിയെ ഊരി ഇങ്ങനെ അമ്മ തൂക്കി നീ എന്തിനു ഓടാൻ പോയി. ഞാൻ അച്ഛനെ നോക്കാം, അച്ഛൻ ഒന്നും മിണ്ടൂല. കാരണം പോണോന്ന് അച്ഛന് പറയണം. പിന്നെ അമ്മ ഇവിടെ വീട്ടിൽ കിടന്ന് ഷൗട്ട് ചെയ്യണോ കേൾക്കണോ പേടിയാണ് ഷീബയ്ക്ക്. അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല. ഞാനേ അച്ഛന്റെ ഇതില് എപ്പോഴും ശ്രദ്ധിച്ചു ഷീബയ്ക്ക് പേടിയാ, ഷീബയ്ക്ക് പറ്റൂല, അതാണ് അമ്മേനെ ഇങ്ങനെ പോയിട്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് ടെൻഷൻ മതി, ഞാൻ പെട്ടെന്ന് വയലന്റ് ആവും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെ ഭയങ്കര ഞാനിങ്ങനെ ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. പക്ഷെ ഇത്രയും ഈ പാവ അമ്മയുടെ ഒരു മോളാണ് ഇതെന്ന് പറയില്ല. ഇവള് അതിലും പാവമായിരുന്നു. ഇപ്പൊ ആണ് ഈ ആൾക്കാരെ ഈ ഓരോന്നും പറഞ്ഞും ഇവളിങ്ങനെ ഓടിയും, ഇവള് ഓടാൻ പോകുമ്പോഴും എല്ലാരും പറഞ്ഞു ഓടാൻ പറ്റൂല. ഞാനും ഇവളെ ആദ്യം നല്ല വണ്ണം നല്ല ഗുണ്ടായിട്ട് എന്തൊരു ഭംഗിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ അവള് കഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവളെ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയ്ക്കപ്പുറം അവള് കഷ്ടപ്പെട്ടിട്ട് അവള് ചെയ്തു. അതുകൊണ്ട് പിന്നെ നമ്മള് കാണും. പിന്നെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫുള്ള് ഓടി വന്ന് എനിക്ക് നല്ല വഴക്ക് കിട്ടി. പിന്നെ ഞാൻ അവര് വഴക്ക് പറയുമ്പോൾ ഞാൻ കല്ലൂരേക്കും. കാരണം എനിക്ക് സ്കൂളിൽ സെലക്ഷൻ കിട്ടണം, സ്കൂളിൽ പ്രൈസ് മേടിക്കണം, സഹോദരി പോകണം, ഇതാണ് എന്റെ മനസ്സിൽ. അങ്ങനെ സ്കൂളിൽ പോയപ്പോൾ എനിക്കന്ന് ഫസ്റ്റ് അടിച്ചു സ്കൂളിൽ. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞപ്പോ അമ്മ ഭയങ്കര സന്തോഷമൊക്കെ. അത് എനിക്ക് ഓടാൻ പോണല്ലോ. കാരണം ഞങ്ങളുടെ ഏരിയയില് പട്ടിയുണ്ട് ഇഷ്ടംപോലെ, അതിന്റെ ടെൻഷനാണ്. പട്ടിയുണ്ട്, പിന്നെ കുട്ടിയാണ്, ആൾക്കാരുടെ എല്ലാവരുടെ ക്യാരക്ടർ നല്ലതൊന്നും അല്ല. ഈ റിമോട്ട് ഏരിയയിലാകുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് തൊടാൻ പറ്റിയ അത്രയും അവസരം നോക്കി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് സഹോദരി പോയപ്പോ അവിടെയും പ്രൈസ് കിട്ടി. അപ്പൊ വീട്ടിൽ കുറച്ച് അഹങ്കാരമല്ലേ, കണ്ടാ പോയിട്ടല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ പട്ടിയും ഇല്ല കുട്ടിയും ഇല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.